ഒരു റിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ പഠിക്കുന്ന സമയത്ത് കുട്ടികളായിക്കോട്ടെ, അതുപോലെ നമ്മൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അപ്സ്കിൽ ചെയ്യുന്ന സമയത്ത് ചില സ്കില്ലുകൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് ഫാസ്റ്റായിട്ട് പഠിച്ച് കിട്ടിയാൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ ഇതിന് വേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിവിഷനാണ്. സോ ഇതിൻ്റെ ഒരു ബേസിക് അപ്ലിക്കേഷൻ ഞാനൊരു കഥ പോലെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോവാണ്. നിങ്ങൾ ആ യാത്ര പോകുന്ന സമയത്ത് ഏതോ ഒരു അങ്ങാടി, ഏതോ ഒരു സിറ്റിയാണ്. ആ സിറ്റിയിൽ ഏതോ ഒരു ഉള്ളിലത്തെ ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ് റോഡുകൾ കയറ്റം ഇറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അവിടെ എത്തുന്നത്. ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു സാധനം വാങ്ങാനാണുള്ളത്. നിങ്ങൾ അങ്ങനെ ആ ഷോപ്പിലെത്തിയാൽ വാങ്ങി. ഓഫ് കോഴ്സ് രണ്ടാമത് നിങ്ങൾ എങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഈ വളവ് അങ്ങോട്ട് ലെഫ്റ്റ് ചെയ്യുന്നോ റൈറ്റ് ചെയ്യുന്നോ? നമുക്ക് തന്നെ അറിയാം, ചെറിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റി പോകണേ. സോ ഈ രീതിയിൽ ഗൂഗിൾ മാപ്പില്ല കേട്ടോ. അപ്പോൾ വഴി തെറ്റി പോകുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ നമ്മൾ നോക്കിയൊക്കെ വന്ന് എത്തി. വീണ്ടും നമുക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് കൺഫ്യൂഷൻ കൂടും. എന്താ കൺഫ്യൂഷൻ വെച്ചാൽ, അന്ന് ഞാൻ ലെഫ്റ്റ് ആയിരുന്നോ റൈറ്റ് ആയിരുന്നോ, വീണ്ടും ഞാൻ റൈറ്റ് ആയിരുന്നോ ലെഫ്റ്റ് ആയിരുന്നോ, ആ രീതിയിലുള്ള കൺഫ്യൂഷൻ വരും. ഇതെങ്ങനെ നിൽക്കും? ഇതിന് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സെൽഫ് ലേണിംഗ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി വിചാരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു സ്ഥലത്തേക്ക് പോയല്ലോ, നിങ്ങൾ വളവും റൈറ്റും ലെഫ്റ്റും ഒക്കെ തിരിഞ്ഞ് പോയല്ലോ. അത് വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ അതേ റൂട്ടിന് പോയി, വീണ്ടും പോയി, നിങ്ങൾ തെറ്റുന്നുണ്ടാവും, വീണ്ടും പോയി. അങ്ങനെ നിങ്ങൾ ഒരു 6-7 വട്ടം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 8ാമത്തെ വട്ടമൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും, ഇത് റൈറ്റ് അല്ല ലെഫ്റ്റ് ആണ്, ഇവിടുന്ന് കയറ്റുണ്ട്, അടുത്ത ഇറക്കുണ്ട്, അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഇവിടെ ഇതുണ്ട്, ആ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് എന്നുള്ള രീതിയിലേക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു സ്ഥലത്ത് പോയ സമയത്ത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ കാര്യം ചെയ്തു. ഇതാണ് റിവിഷൻ. നിങ്ങളൊരു കാര്യം പഠിക്കുകയായിക്കോട്ടെ, നിങ്ങളൊരു കാര്യം എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നിങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടെ, നിങ്ങൾക്കതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ, നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ റിവിഷൻ ചെയ്യണം. മാക്സിമം റിവിഷൻ ചെയ്യണം, മാക്സിമം നമ്പർ ഓഫ് റിവിഷൻ ചെയ്യണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്സിലായിക്കോട്ടെ, ഫിസിക്സിലായിക്കോട്ടെ, കോംപ്ലക്സ് സബ്ജക്ട്സുകളൊക്കെ ഞാൻ സോൾവ് ചെയ്തിരുന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഒരു വട്ടം പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇരിക്കില്ല, ഇതേ സാധനം ഞാൻ വീണ്ടും ചെയ്യും, ഒന്നുകൂടി ചെയ്യും. അങ്ങനെ മാക്സിമം റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ ബ്രെയിനിൽ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോയിട്ടുണ്ടോ എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വഴി തെറ്റും, വീണ്ടും നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴി നമുക്ക് ഈസി ആവും. അപ്പോൾ നമ്മൾ തന്നെ ടൗണിലേക്കോ എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവും. സംഭവം ഇത്രയേ ഉള്ളൂ. ബ്രെയിനിൽ ആ ഒരു സാധനം റിപ്പീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതവിടെ സ്റ്റോർ ചെയ്യുന്നുള്ള. സോ വേൾഡ് ഫേമസ് ആയിട്ടുള്ള തന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, റോബർട്ട് ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറയുന്ന ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹം മൂപ്പരെ ഒരു റിസർച്ച് പേപ്പറിലൂടെ പറയുന്ന കുറച്ച് ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ല എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ അഗ്രസീവ്ലി നല്ല അറ്റൻഷനിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ എന്നുള്ള രീതി. അതിലുള്ള വൺ ഓഫ് ദ പോയിന്റ് ആണ് മാക്സിമം നമ്പർ ഓഫ് റിവിഷൻ. നിങ്ങൾ എത്ര വട്ടം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ബ്രെയിനിൽ അത് റീറ്റെയിൻ ചെയ്യുന്നുള്ള. സോ നമ്മൾ ഒരു വട്ടം നോക്കിക്കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞ് വീണ്ടും നോക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അത് എനിക്ക് അറിയാലോ, അത് ഞാൻ പഠിച്ചതാണല്ലോ. പക്ഷെ അത് നിങ്ങൾ എക്സാമിനോ നിങ്ങളത് കാണാതെ ചെയ്യുന്ന സമയത്ത് സ്റ്റക്ക് ആവും. റീസൺ, നിങ്ങൾ ആക്ച്വലി നിങ്ങളെ ബ്രെയിൻ അവിടെ ഫേക്ക് ചെയ്യാണ് ചെയ്യുക. ബ്രെയിൻ ഫേക്കിംഗ് ഉണ്ട്. അഥവാ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ആവും. നമ്മൾ പഠിച്ച് അപ്പോൾ പരീക്ഷൻ്റെ തലേന്നാകുമ്പോൾ ഇതൊക്കെ ഞാൻ അന്ന് പഠിച്ചാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോകും. പരീക്ഷയ്ക്ക് എഴുതി വരുമ്പോൾ അടുത്തത് എന്തേരും എന്നുള്ളൊരു പോയിന്റ് വരും. റീസൺ എന്താ വെച്ചാൽ അവിടെ ആക്ച്വലി നമ്മളെ ബ്രെയിൻ ഫേക്ക് ചെയ്യാണ്. ബ്രെയിൻ ഫേക്ക് ചെയ്ത മീൻസ് നിങ്ങളെ 2ാമത്തെ വട്ടം പരീക്ഷയുടെ തലേന്ന് നോക്കുന്ന സമയത്ത് ബ്രെയിൻ പറയും അത് പഠിച്ചാട്ടോ എന്നുള്ള രീതിയിൽ പറയും. അതെങ്ങനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പഠിച്ചെന്ന് തോന്നുന്ന സാധനം ജസ്റ്റ് നിങ്ങളൊന്ന് മറച്ചു വെച്ച് എഴുതി നോക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ ആക്ച്വലി ഫുള്ള് കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ടോയെന്ന്. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഠിച്ചു കഴിഞ്ഞ് വീണ്ടും റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ബ്രെയിനിൽ നിൽക്കും. സോ ബ്രെയിനിൽ റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ടാക്കിളും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാതെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക കൂടി ചെയ്യാൻ ഓഫ് കോഴ്സ് നിങ്ങളെ ബ്രെയിനിൽ അത് 10x ആയിട്ട് എന്താവും അവിടെ റീറ്റെയിൻ ചെയ്യുന്ന. പിന്നെ നിങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, അത് ബ്രെയിനിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് ആ ഒരു ഓർമ്മ അവിടെ കിട്ടും എന്നുള്ളതാണ്.
സോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 110% ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഞാൻ എക്സാമിനൊക്കെ മാർക്ക് വാങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന മെയിൻ കാര്യമാണിത്. നമ്മളെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മെയിൻ പോയിന്റുമാണിത്. സോ നിങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടും.